ക്ഷമിച്ചെന്ന് പറയളിയാ. ക്ഷമിക്കടാ. ക്ഷമിക്കളിയാ. ക്ഷമിച്ചെന്ന് പറയളിയാ. ശരി, ഞാനായിട്ട് നിങ്ങളെ ഇറക്കി വിടുന്നില്ല. ഞാനും ഇറങ്ങുന്നില്ല. പോരെ നന്ദിനി, വാ. പക്ഷേ ഇത് ലാസ്റ്റ് വാണിംഗാ. ഇനി ഒരിക്കലും ആർത്തി പിടിച്ച് ഇതുപോലെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ പുറത്തിറങ്ങാൻ എനിക്ക് പറയേണ്ടി വരില്ല. തീർത്തിരിക്കും ഞാൻ. ഇന്ദ്രജ, വിജയ്, തിരുത്താൻ നിങ്ങൾക്ക് തന്ന അവസരമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് തിരുത്താനുണ്ട് നിങ്ങൾ. മമ്മി, മമ്മിയുടെ ഐഡിയ കലക്കി. ഉത്തരവാദിത്തം ഏട്ടന്റെ തലയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. ദൈവമേ, തൽക്കാലം നീ തെണ്ടിച്ചില്ലല്ലോ. യോ, കൊറേ ഇടി കിട്ടിയതാ. അതിന് 10 വാട്ടി മുട്ടയെങ്കിലും കഴിക്കണം. രാജു, 10 മുട്ട എടുക്ക്. ഒരു വലിയ കൊടുങ്കാറ്റ് അവസാനിച്ചത് അല്ലേ സർ? സാറ് മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാ. ഇനി ആരും സാറിന്റെ ശത്രുക്കളല്ല സർ. ഇന്ദ്രജ മാഡം പറഞ്ഞത് കേട്ടില്ലേ? സാറിനെ ആരും അപകടപ്പെടുത്തൂന്ന് അറിഞ്ഞപ്പോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്താണെന്ന്. അതൊരാങ്ങളയോടുള്ള സ്നേഹമല്ലേ? സാറെന്താ ചിരിക്കുന്നേ? പിന്നെ ചേച്ചി പറഞ്ഞു മുഴുവൻ ഞാൻ വിശ്വസിച്ചാണ് കരുതിയിരിക്കുന്നത്. പിന്നെ ആ പറഞ്ഞതൊക്കെ കള്ളവാ. ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ പച്ചക്കള്ളം. പിന്നെന്താ സാർ അത് സമ്മതിച്ചത്? നന്ദിനി, എന്റെ അമ്മ അഹന്തയോട് പറഞ്ഞു നടക്കുന്ന ഒരു കുടുംബമല്ല. എന്റെ അച്ഛൻ കൊണ്ട് നടക്കുന്ന അന്തസ്സുള്ള ഒരു കുടുംബമുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നത് അച്ഛന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനതൊക്കെ വിശ്വസിച്ച പോലെ അഭിനയിച്ചത്. അവർ നിന്നോട്ടെ, ഇനിയും അവരെന്നെ ചതിക്കാൻ നോക്കിക്കോട്ടെ. അച്ഛന്റെ മനസ്സ് വേദനിക്കില്ലല്ലോ. അച്ഛാ, എടാ, നീ എന്നെ വല്ലാതെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മിസ്റ്റർ രതീന്ദ്രദാസ്, താങ്കളൊരു നല്ല മനുഷ്യനാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് നൊന്തു പോകുന്ന ഒരു നല്ല മനുഷ്യൻ. ഈ ലോകത്തിലെ എല്ലാവരും വെറുക്കുന്ന സൂര്യയെ തോളോട് തോൾ ചേർത്ത് പിടിച്ചിട്ട് ഇവൻ എന്റെ അഭിമാനമാണെന്ന് പറയുന്ന
ഒരേ ഒരാൾ. പിന്നെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കാണ്ടിരിക്കുക? ഈ ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും എനിക്ക് ജയിക്കാനാ ഇഷ്ടം, പക്ഷെ എന്റെ അച്ഛന്റെ മുമ്പിൽ തോക്കാനും. അതെ, അച്ഛൻ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ കൂലിയാ. ഹലോ, ശാസ്ത്ര വർക്ക്ഷോപ്പ് അല്ലേ? ആ, എന്റെ വണ്ടി വഴിയിലൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ആരെങ്കിലും ഒന്ന് വിടാവോ? 1 മണിക്കൂറോ? എനിക്ക് കോളേജിൽ എക്സാം ഉണ്ട്. പെട്ടെന്ന് എത്തണം. ആ, ഓക്കെ ഓക്കെ. ഓൺലൈൻ ടാക്സി വിളിക്കാം. അവര് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണല്ലോ. എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോ അവരെത്താൻ 1 മണിക്കൂറെങ്കിലും എടുക്കുന്നു. ഓൺലൈൻ ടാക്സി വിളിച്ചപ്പോ അവർ ക്യാൻസൽ ചെയ്യാ ട്രിപ്പ്. ഒരു കാര്യം ചെയ്യ്, വണ്ടി ലോക്ക് ചെയ്തിട്ട് വാ, എന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോ. നമുക്കൊന്നിച്ചു പോവാം. കയറിക്കോ. വേണ്ട തരുൺ, തരുൺ പൊയ്ക്കോളൂ. എടോ, നമ്മൾ തമ്മിൽ ക്യാമ്പസിൽ വെച്ച് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇത് ക്യാമ്പസ് അല്ലല്ലോ. ഒരു പ്രോബ്ലം വരുമ്പോഴല്ലേ പരസ്പരം സഹായിക്കേണ്ടത്. വേണ്ട തരുൺ. എടോ, ഇന്ന് എക്സാം ആണ്. നമ്മള് സമയത്തിന് എത്തിയില്ലെങ്കിൽ അത് മിസ്സാവും. താ അങ്ങോട്ട് കയറുന്നുണ്ടോ? എടോ, എന്റെ ഭാഗത്തുനിന്ന് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ തനിക്കൊന്ന് ക്ഷമിക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടല്ല. പിന്നെന്താ? താൻ ആ വേണ്ടി ലോക്ക് ചെയ്യുന്നുണ്ടോ? എടോ,